സിനിമാ കോൺക്ലേവിലെ ദലിത് സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. അടൂരിനെതിരെ പോലീസിലും SC/ST കമ്മീഷനിലും പരാതി നൽകി പൊതുപ്രവർത്തകനായ ദിനുവേൽ. പ്രസ്താവനയിലൂടെ SC/ST വിഭാഗത്തിലെ മുഴുവൻ ആളുകളെയും അപമാനിച്ചു എന്നാണ് പരാതി. അതേസമയം അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ച് മന്ത്രി VN വാസവൻ രംഗത്തെത്തി. അടൂർ പറഞ്ഞതിൽ ദുരുദ്ദേശമുണ്ടെന്ന് കരുതുന്നില്ല, പറഞ്ഞതിനെ വളച്ചൊടിച്ച് വിവാദമാക്കി എന്നും മന്ത്രി പറഞ്ഞു. പൊതുവിൽ സിനിമാ കോൺക്ലേവ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ് ആ മേഖലയിൽ പുതിയ ഒരു നയം കൊണ്ടുവരാൻ വേണ്ടി എടുത്ത നീക്കമായിരുന്നു ഇന്നലത്തെ കോൺക്ലേവ്. അത് ഏറ്റവും വിജയകരമായി പര്യവസാനിച്ചിരിക്കുന്നു. ഗവൺമെൻറ് കാഴ്ചപ്പാട് ശരിയായിരുന്നു എന്നുള്ള രൂപത്തിലേക്കാണത് വന്നിട്ടുള്ളത്. ആ സമയത്ത് സമാപന സമ്മേളനത്തിൽ ഇങ്ങനൊരു പരാമർശം നടത്തിയതായി കണ്ടു. സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഈ മേഖലയിൽ സ്ത്രീകളെയും അതുപോലെ SC/ST മേഖലയിലെയും കലാപ്രതിഭകളെ വളർത്തിയെടുക്കുക എന്ന വീക്ഷണം കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് അത്തരം ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുന്നത്. അത് മറ്റു രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടതില്ല. അതിൽ ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല. അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, ഏതായാലും ഒരു പൊതുപ്രവർത്തകൻ പരാതി നൽകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. SC/ST വിഭാഗത്തെ ആകെ അപമാനിച്ചു അടൂർ എന്ന് ആ പരാതിയിൽ പറയുന്നു. പല കോണുകളിൽ നിന്ന് സിനിമാ പ്രവർത്തകരടക്കമുള്ളവർ ഈ പരാമർശത്തിനെതിരെ, പ്രസ്താവനയ്ക്കെതിരെ ഈ ഘട്ടത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിനോടകം തന്നെ ഉയർന്നിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ അടൂരിന്റെ പ്രസ്താവനയിൽ? ലക്ഷ്മി, സിനിമാ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയിട്ടുള്ള അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം അത് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വിവാദത്തിലേക്ക് പോകുകയാണ്. നിയമപരമായി കൂടി ഈ വിവാദം ഇപ്പോൾ മാറുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനെതിരെ നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കുകയാണ്. ഈ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശത്തിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുപ്രവർത്തകനായിട്ടുള്ള ദിനുവേലാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും ഒപ്പം തന്നെ SC/ST കമ്മീഷനിലും പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതി അതിന് തുടർ നടപടികളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ പോകും. ഈ പരാമർശത്തിലൂടെ SC/ST വിഭാഗത്തെ വലിയ രീതിയിലുള്ള അപമാനിക്കുന്ന തരത്തിലാണ് ഈ പരാമർശം ഉണ്ടായിട്ടുള്ളതെന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. പ്രസ്താവനയിലൂടെ അടൂർ ഗോപാലകൃഷ്ണൻ SC/ST വിഭാഗത്തിലെ മുഴുവൻ അംഗങ്ങളെയും പൊതുവായി കുറ്റവാളികളോ കള്ളന്മാരോ അഴിമതി ചെയ്യാൻ സാധ്യതയുള്ളവരോ ആയി ചിത്രീകരിക്കുന്നുവെന്ന് ഈ പരാതിയിൽ പറയുന്നുണ്ട്. SC/ST സമൂഹത്തിനെ മറ്റുള്ളവരുടെ മനസ്സിൽ അനിഷ്ടക്കാരായി, മോശക്കാരായി ചിത്രീകരിക്കുന്ന തരത്തിലാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന ഉണ്ടായതെന്ന് ഈ പരാതിയിൽ ദിനുവേൽ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, പ്രസ്തുത പ്രസ്താവനയിൽ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇത് പൊതു ഫണ്ടാണെന്നും അവർ വിചാരിക്കുന്നത് ഈ പണം എടുത്തു തരും, അത് എടുത്തുകൊണ്ടുപോയി പണം എടുക്കാം എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഗുരുതരമാണ്. അത് SC/ST വിഭാഗത്തെ ഒന്നാകെ അപമാനിക്കുന്നതും SC/ST സമൂഹത്തെ അറിവില്ലാത്തവരും ഉത്തരവാദിത്തമില്ലാത്തവരുമായി ചിത്രീകരിക്കുന്നതാണെന്നും ദിനുവേൽ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം SC/ST സമൂഹത്തെയും ആ വേദിയിൽ ഉണ്ടായിരുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒക്കെ ഒന്നാകെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയാണെങ്കിൽ അത് വലിയ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളിലേക്ക് ഉൾപ്പെടെ കടക്കേണ്ടി വരും. ആ തരത്തിലുള്ള അധിക്ഷേപകരമായിട്ടുള്ള പരാമർശമെന്ന്